പ്രൈസ് ഗോഡ്, ആവേ മരിയ. നമ്മളൊക്കെ എപ്പോഴും നമ്മുടെ ജീവിതത്തിലെ വീഴ്ചകളിലേക്ക് മാത്രം നോക്കുന്ന വ്യക്തികളാണ്. പക്ഷേ നമ്മുടെ ഓർമ്മ വെച്ച കാലം മുതൽ ഇന്ന് വരെ ഉള്ള ഒരു ജീവിതം എടുത്തു വെച്ച് ഈശോയുടെ കൂടെ ഇരുന്ന് ചിന്തിക്കുമ്പം ഒത്തിരി ജീവിതത്തിൽ നെഗറ്റീവുകളെക്കാൾ കൂടുതൽ പോസിറ്റീവ്സ് ഉണ്ടാകും. എനിക്ക് കഴിഞ്ഞ ദിവസം ഞാൻ പരിശുദ്ധ കുർബാനയ്ക്ക് ചെന്നിരുന്ന സമയത്ത് ഞാനിങ്ങനെ ഈശോയ്ക്ക് കത്തെഴുതി. അതായത് ഒരു കൊച്ചു കുഞ്ഞ് ഈശോയോട് സംസാരിക്കുന്നത് എങ്ങനെയാണോ അതുപോലെ ഞാൻ കത്തെഴുതി ഈശോയ്ക്ക്. ഈശോയെ, അന്നമോള ഈശോയെ കാണാൻ വന്നേക്കുക. സക്കേവോസ് സിക്കമൂർ മരത്തിൽ കയറിയിരുന്നത് പോലെ ഞാനും ഇവിടെ ഇരിപ്പുണ്ട് ഈ 6ാമത്തെ ബെഞ്ചിൽ. ഈശോയെ നോക്കി എൻ്റെ അടുത്തേക്കൊന്ന് വരാവോ എന്നും ചോദിച്ചാൽ ഞാനിങ്ങനെ എൻ്റെ ഉള്ളിൽ അപ്പം പരിശുദ്ധാത്മാവ് പ്രചോദിപ്പിച്ചതുപോലെ ഞാനിങ്ങനെ എൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ എഴുതി വെച്ചേ. അപ്പം ഞാൻ തിരിഞ്ഞു നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും കർത്താവ് എനിക്ക് ചെയ്ത അനുഗ്രഹങ്ങളെ ഓർത്ത് എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകിപ്പോയി. അപ്പം ഞാൻ ഈശോയോട് ചോദിച്ചു, ഈശോയെ ഞാനിതിന് പകരം എന്നാ തന്നെ, ഈശോയ്ക്ക് എന്നാ തന്നെ എന്ന് ഞാനിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നൊരു പാട്ടാണ്. ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും, എൻ്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയിടാം. ഞാനുണ്ടല്ലോ എന്നും രാവിലെ എണീക്കുമ്പോൾ ഈശോയോട് പറയുവേ, ഈശോയെ എൻ്റെ കയ്യിൽ വേറെ പ്രഷ്യസ് ആയിട്ടൊന്നും തരാനില്ല, പക്ഷേ ഈ പാപിയായ എൻ്റെ ജീവനും ജീവിതവും മാത്രമേ തരാനുള്ളൂ. ഈശോയ്ക്ക് ഇഷ്ടമുള്ള പോലെ എന്നെ ഈ ദിവസം എടുത്ത് ഉപയോഗിക്കണേന്ന് ഞാൻ പറയും. അത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തട്ടി പറഞ്ഞു കഴിഞ്ഞുണ്ടല്ലോ, കർത്താവ് നമ്മളെ കർത്താവിന് ഇഷ്ടമുള്ള പോലെ എടുത്ത്, കർത്താവിൻ്റെ കരവേലയാണ് നമ്മൾ. ഇഷ്ടമുള്ള പോലെ കുശവൻ നമ്മളെ മെനഞ്ഞെടുക്കുന്നത് പോലെ കർത്താവിൻ്റെ കൈകൾ കൊണ്ട് നമ്മളെ മെനഞ്ഞെടുക്കും. അതുകൊണ്ടാണ് ഞാനിവിടെ ഇന്ന് ഇങ്ങനെ ഇരുന്ന് ഈശോയെ പറ്റി പറയാൻ ഈശോ എനിക്ക് കൃപ തരുന്നത്. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആവേ മരിയ.